ഹായ് എവറി വൺ, റാൾസിക്മ ബോധിസത്വയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് കുറേ പേരുടെ റിക്വസ്റ്റ് വന്നതുകൊണ്ട്, അത് നമ്മുടെ സംഘയുടെ റിക്വസ്റ്റ് വന്നതുകൊണ്ട് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. മാത്രമല്ല അതിന് നിങ്ങൾക്ക് ഗൈഡൻസ് ആവശ്യമുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത്, മൂവ് ഓൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് മനസ്സിലാക്കാനായിരിക്കും. അതും അല്ലെങ്കിൽ പുതിയൊരു പ്രപ്പോസൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സോ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊരവസ്ഥയിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത് നിങ്ങളിലേക്ക് ഈ ഒരു സന്ദേശം എത്തുന്നത് മഹാകാളി ദേവിയുടെ ബ്ലെസ്സിങ്സ് ആണ്. സോ അത് മനസ്സിലാക്കുക. ഈ ഒരു റീഡിങ് ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അതുപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. സോ ആ നമ്പർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ ബോധിസത്വൻ മഹാകാളിയാണ്. അതുപോലെ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്നത് മാത്രമേ നിങ്ങൾ എടുക്കാവൂ, അല്ലാത്തത് ഒരു കാരണവശാലും എടുക്കരുത്. കാരണം ഇവിടെ ഒരു വ്യക്തിയുടേതല്ല, നിങ്ങളുടെ മാത്രമല്ല, ഒരുപാട് വ്യക്തികളുടെ എനർജീസ് വെച്ചിട്ടാണ്, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് എനർജീസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. സോ ഇത് നിങ്ങൾ കാണുന്ന ടൈമിൽ ഇത് ആപ്ലിക്കബിൾ ആവുന്നതായിരിക്കും. അതുപോലെ ജെൻഡറും ഈ റീഡിങ്ങിന് ബാധകമല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് ജെൻഡേഴ്സിൽ പെട്ടതായിക്കോട്ടെ, അതൊന്നും ഇവിടെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, സോ നിങ്ങളുടെ ജെൻഡേഴ്സും ഇവിടെ ബാധിക്കുന്നതല്ല. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കടക്കാം. നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തോളൂ, പ്രാർത്ഥിച്ചോളൂ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണമെങ്കിൽ ആവാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ദ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൻ്റെ ചില റൂൾസ് കാരണം സ്റ്റാർ കാർഡ് ഇവിടെ കാണിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, ഇൻ കേസ് അത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ പോലും ഹൈഡ് ചെയ്തിട്ട് വേണം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ മീനിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എബ്രോഡ് എനർജി കാണുന്നുണ്ട്. എബ്രോഡ് മീൻസ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ എബ്രോഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തായിരിക്കത്തില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. മേ ബി മാരേജ് ആവാം, അല്ലെങ്കിൽ അവരെ ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻസ് ഇതാക്കാൻ വേണ്ടി അവരെ മീറ്റ് ചെയ്യാനാവാം. ഒക്കെ നിങ്ങളൊരു മീറ്റപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജീസും ഉണ്ട്. അതുപോലെ തന്നെ മാരേജിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ നിങ്ങളുടെ അടുക്കുന്ന ഡിസ്റ്റൻസ് ആയിട്ടുള്ളൊരു എനർജി തന്നെയാണ് കാണുന്നത്. അവർക്കിപ്പോഴും നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്തയുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്ത ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വന്നേക്കുന്നത് സ്റ്റാർ കാർഡാണ്. ഓക്കെ, അതായത് സ്റ്റാർ കാർഡ് മീൻസ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഹീലിംഗ്. അതായത് വലിയൊരു ഹീലിംഗ് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് ആവശ്യമാണ്. മേ ബി അവർക്ക് ഏതോ ഒരു ട്രോമാസ് അവരുടെ ചൈൽഡ്ഹുഡിലത്തെ ആവാം, അതും അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പിലെ ആവാം. അങ്ങനെ ഏതോ ഒരു ട്രോമ അവരെ ശരിക്കും പറഞ്ഞാൽ അലട്ടുന്നുണ്ട്. അവർക്ക് ആ ഒരു പ്രോബ്ലംസ് ഇപ്പോഴും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ട്രോമയുടെ എഫക്റ്റ് കൊണ്ടായിരിക്കണം അവർ നിങ്ങൾക്ക് മറുപടി തരാത്തത്. പക്ഷേ അവർ നിങ്ങൾക്ക് മറുപടി തരുമോ, അവരെടുക്കുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജി ആണെങ്കിൽ പോലും അങ്ങനെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു എനർജി വെച്ചിട്ട് നോക്കാം. അതായത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യക്തികളോട്, അതായത് ഒരു പെർട്ടിക്കുലർ റീസൺ ബ്രേക്കപ്പ് ആയിട്ടുള്ള വ്യക്തികളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട്, അല്ലെങ്കിൽ അവർ വരുന്ന കരുതി നിങ്ങൾ ഒരുപാട് റിച്വൽസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് മന്ത്രം ജപിക്കുക, അങ്ങനെ നിങ്ങളുടെ ടൈം കളയേണ്ട ആവശ്യമില്ല. കാരണം യൂണിവേഴ്സ് ആ കാര്യം നോക്കിക്കോളും. ഓക്കെ,
സോ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ടിവിറ്റിയിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും അവരെ പറ്റി ആലോചിച്ച് ടെൻസ്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. ഓക്കെ, ബിക്കോസ് അവർക്ക് നിങ്ങൾ ഓവർ എനർജി കൊടുക്കാതിരിക്കുക. ഹെർമിറ്റ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കാർഡാണ്. ഹെർമിറ്റ് കാർഡ് വന്നിട്ടുള്ളതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ എനർജി കാർഡാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹെർമിറ്റ്. പക്ഷേ അത് നിങ്ങൾക്കിപ്പം വളരെയധികം എന്താ പറയുക തിരിച്ച് വന്നിട്ട് അത് ഒറിജിനൽ രീതിയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ പറ്റി കൂടുതൽ ചിന്തിക്കാതെ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ഒരു ലൈറ്റായി മാറുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ജഡ്ജ്മെൻ്റൽ കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഇതിൽ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ആ ഒരു ബ്രേക്കപ്പിൻ്റെ ട്രോമയിൽ നിന്ന് മുക്തമാവാതെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടും നിങ്ങൾ എന്താ പറയുക അതിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്കായി അവരുടെ ആ ഒരു സംശയം, അതായത് അവരെ പറ്റി ഇങ്ങനെ സംശയിക്കുക, അവർ കൈവിട്ട് പോകുമോ എന്ന് സംശയിക്കുക, അങ്ങനെ ഒരു സംശയം കൊണ്ട് അവരിൽ ഓവർ അഡിക്ഷനായി നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതായത് ഹ്യൂമൺ അഡിക്ഷൻ ഉള്ള വ്യക്തികളായിട്ട് പലരും ഇതിൽ മാറിയിട്ടുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. യെസ്, ബിക്കോസ് ജഡ്ജ്മെൻ്റൽ കാർഡ് അത് യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു അലേർട്ടാണ്, ഡിവൈനിൽ നിന്നുള്ള ഒരു അലേർട്ടാണ്. പക്ഷേ നിങ്ങൾ ഇനിയും മൂവ് ഓൺ ചെയ്തിട്ടില്ല. നിങ്ങൾ ആ ഒരു അലേർട്ട് കേൾക്കാം, ആ ഒരു യൂണിവേഴ്സിനെ ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും തയ്യാറാവുന്നില്ല എന്നും, അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം സ്റ്റിക്കായി നിൽക്കുന്നു. അതുപോലെ സംശയമാണ് നിങ്ങൾക്ക് വരുന്നത്, ആ വ്യക്തി നിങ്ങളെ ചതിക്കുവോ അല്ലെങ്കിൽ ആ വ്യക്തി എന്താ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ വരുമോ എന്നുള്ള ആ ഒരു സംശയം കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പേഴ്സണുമായിട്ട് ഇടപഴകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് നിങ്ങളിങ്ങനെ എന്താ പറയുക ടെൻസ്ഡായി നിൽക്കുന്നത് കാണുന്നുണ്ട്. സോ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. മാത്രമല്ല നിങ്ങളൊരു ഹ്യൂമൺ അഡിക്ഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് തന്നെ അതിൻ്റെ പ്രശ്നം. ആലോചിക്കുക, എവറിത്തിങ് ഈസ് ആൻ എനർജി. ഈ ലോകത്തെല്ലാം ഒരു എനർജി വെച്ചിട്ടുള്ളതാണ്. സോ നിങ്ങളിപ്പോൾ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന, ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ എനർജീസും പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരുന്ന, പക്ഷേ എന്നിട്ടും നിങ്ങൾ വെറീഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളെയും അതുപോലെ തന്നെ ചുറ്റുമുള്ള മനുഷ്യരെയും ശ്രദ്ധിക്കേണ്ട സമയമാണ്. ബിക്കോസ് നിങ്ങൾ കാരണം അവരും വിഷമിക്കുന്നുണ്ട്. ചിലപ്പം അവരുടെ കയ്യിൽ നിന്ന് തന്നെ റൂഡായിട്ടുള്ള ഒരുപാട് സംസാരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യെസ്, അതായത് മൊത്തത്തിലൊരു ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ. ഇത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനാണ് കാണുന്നത്. അതായത് റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിച്ചിട്ട് ഉരുകി 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 തീരുന്ന ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സ്റ്റാൻസിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾ. ആത്മവിശ്വാസം കൈവരിക്കേണ്ട സമയമാണ്. സോ ഇവിടെ ഞാൻ ആ വ്യക്തിയുടെ കേസിലാണ് ഈ ഒരു റീഡിങ് മഹാകാളി ദേവി സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇപ്പോൾ ഇത് എത്തി നിൽക്കുന്നത് നിങ്ങളുടെ കേസസിലാണ്. നിങ്ങളുടെ കേസസിൽ എത്തി നിൽക്കുക എന്ന് പറയുമ്പം നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ബ്രേക്കപ്പ് ആയ ആൾക്കാരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ട്രോമയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി. അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളെല്ലാം ഡിവൈനിൽ കൊടുക്കാനാണ് പറയുന്നത്. സോ ഹെറോഫൻ കാർഡ് പോലും നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് ഇതിലൊട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ബ്രേക്കപ്പ് ആയവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ റിലേഷൻഷിപ്പ് ഉള്ളവരായിക്കോട്ടെ, നിങ്ങളൊക്കെയും ഹ്യൂമൺ അഡിക്ഷനിൽ നിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. അതായത് സ്വന്തം ഇൻറ്റ്യൂഷൻസ് പറയുന്നത് പോലും കേൾക്കാതെ വേറെ ഏതൊരു ഇല്യൂഷൻ റലത്തിൽ പറന്നു പോകുന്നത് പോലെ ഇപ്പോൾ ഉള്ളത് ജസ്റ്റ്. പക്ഷേ നിങ്ങൾ സ്വയം സ്ട്രെങ്ത് കൈവരിക്കേണ്ട സമയമാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ കൊടുക്കുന്ന എനർജി അനുസരിച്ചിരിക്കും. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പം ഇതിലൊട്ടുമിക്ക ആൾക്കാരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ജെനുവിനാണ്, പക്ഷെ എന്നിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സംശയിച്ചുകൊണ്ടിരിക്കുവാണെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ,
അതായത് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് ഇത് മുന്നോട്ട് പോകും. നിങ്ങൾ അവരെ സംശയിച്ച് അവർക്ക് സംശയത്തിന്റെ എനർജി കൊടുക്കുകയാണെങ്കിൽ അവർ പോലും ഡ്രെയിൻ ഔട്ട് ആയി പോകും. മാത്രമല്ല കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നു തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മാത്രമല്ല നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിൽ പോലും നിങ്ങളോട് തന്നെയാണ് താല്പര്യമുള്ളത്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി എനർജി അവരുടെ കാണുന്നില്ല. പക്ഷേ അവരിപ്പം അവരുടെ കരിയറിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്, മണി ഏണിങ്സിനെ പറ്റി അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അവരെ സ്റ്റേബിൾ ആക്കിയിട്ട് മാത്രമേ അവർക്ക് നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില്ല് ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് പാരൻസ് ആവാം. അല്ലാതെ ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ട് ആ ഒരു ബോയ് ഫ്രണ്ടിന് വേറൊരാളുണ്ട്, അയാളാണ് തേർഡ് പാർട്ടി എന്ന് നമ്മൾ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ബിക്കോസ് ലവർ കേസ് മാത്രമല്ല, പാരൻസ് തേർഡ് പാർട്ടി ആവും. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വിഷമമുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ ആ വിഷമം ഒരു തേർഡ് പാർട്ടി ആവും. നിങ്ങളുടെ നെഗറ്റീവ് മൈൻഡും ഒരു തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ തെറ്റായിട്ടുള്ള എനർജിയാണ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു തേർഡ് പാർട്ടിയാണ്. അതുപോലെ അവർക്കും അങ്ങനെ എന്തെങ്കിലും സംശയമോ ഭയമോ നിങ്ങൾ കൈവിട്ട് പോകുന്നുള്ള തോന്നലോ ഉണ്ടെങ്കിൽ അതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട്, അതായത് ഒട്ടും തന്നെ ചിന്തിക്കാതെ ഒരു ഒബ്സർവേഷൻ ചെയ്യാതെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക വേണ്ടത്. പക്ഷേ അവരിലേക്ക് നിങ്ങൾ അബ്സോർബ് ആവുന്നത് പോലെ ഇപ്പം മുന്നോട്ട് പോകുന്നത്. സോ ഒരുപാട് നിങ്ങളുടെ എനർജി മുഴുവൻ അങ്ങോട്ട് കൊടുത്തു തീർക്കാണ്ട് അവരെ ഒബ്സർവ് ചെയ്ത് അവരുടെ സ്വഭാവത്തെ സ്വയം മനസ്സിലാക്കുന്നത് കുറേ കൂടെ നല്ലതായിരിക്കും. ഓക്കെ, മാത്രമല്ല ഇതിലൊട്ടുമിക്ക ആൾക്കാരുടെയും പേഴ്സൺസിന് അവരോട് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ആയിട്ട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലത്തെ നെഗറ്റീവ് തിങ്കിങ്സ് തന്നെയാണ്. ഓക്കെ, യെസ്, നിങ്ങളുടെ ഉള്ളിലത്തെ നെഗറ്റീവ് തിങ്കിങ്സിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ ചെയ്യത്തുള്ളൂ. ഇത് റിവേഴ്സ് ആയിട്ടായിരുന്നു വന്നത്. റിയൂണിയന് പോലും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു അത്. പക്ഷേ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹേർട്ട് ബ്രേക്കേജ് കാർഡ്, അതായത് ഇപ്പം സ്വന്തം ഹേർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വയം തന്നെയാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. പക്ഷേ അതുപോലും നിങ്ങൾ കേൾക്കാതെ ഇങ്ങനെ മൂവ് ഓൺ ചെയ്യുവാണ്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ആക്ടിവിറ്റി മാത്രം ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, സെൽഫ് ലവ്, അതുപോലെ തന്നെ ഹെൽത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ കരിയറിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുക. റിലേഷൻഷിപ്പ് അവർ എന്താ പറയുക, അവർക്ക് നിങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരിൽ കൂടുതൽ അറ്റാച്ച് ആവരുത്. കാരണം അറ്റാച്ച്മെൻറ്റിൻ്റെ എനർജി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജിയാണ്. സോ നിങ്ങൾ അവരിൽ അറ്റാച്ച് ആവാതെ നിങ്ങളുടെ കർമ്മം ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ ഇനി അങ്ങോട്ടേണ്ടത് നിങ്ങളുടെ കർമ്മമാണ്. പിന്നെ ഈ 3 സോഡ്സ് വരുന്നതിന് വേറെ ഒരു അർത്ഥമുണ്ട്. അതായത് നിങ്ങളുടെ ബോഡി, സ്പീച്ച് ആൻഡ് മൈൻഡ് അലൈൻഡ് ആക്കുക എന്നുള്ളൊരു മീനിങ് കൂടി വരുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് ലൈഫ് തന്നെ കിട്ടും. അതായത് കൂടുതൽ അറ്റാച്ച് ആവാതെ എനർജീസ് വളരെയധികം സൂക്ഷിച്ച് മാത്രം കൊടുക്കാനാണ് ദേവി പറയുന്നത്. സോ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 8 ഓഫ് വാൻസ് ആണ്. 8 ഓഫ് വാൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എനർജി കീപ്പ് ചെയ്ത് നിങ്ങൾ സെൽഫ് ലവിലേക്ക് എപ്പോഴാണോ എത്തുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു തരത്തിലുള്ള ബ്ലോക്കേജും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ബോധിസത്വന്മാരുടെ ഗൈഡൻസ് നോക്കാം.
നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വരുന്ന ബോധിസത്വൻ ആരാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി. വജ്രവാരാഹി, പത്മഡാകിനി. സോ ഒരേപോലത്തെ യോഗിനികളാണ് വന്നിട്ടുള്ളത്, ഒരേപോലത്തെ ദേവിമാരാണ് വന്നിട്ടുള്ളത്. വജ്രവാരാഹിയും പത്മയോഗിനി, അതായത് പത്മഡാകിനിയും. സോ വജ്രവാരാഹി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഇഗ്നൈറ്റ്സ് ദ ഫയർ ഇൻസൈഡ് യു ലുക്ക് വിത്തിൻ. അതായത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അംബീഷൻസ്, നിങ്ങളുടെ പ്രോസസ്സിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക ജീവിത ദൗത്യം എന്താണെന്ന് കണ്ടുപിടിക്കൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ്, നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ ലൈഫിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നിങ്ങളോട് നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ദയവ് ചെയ്ത് അത് നല്ല റിലേഷൻ ആയാലും ശരി, ഇനി നിങ്ങൾക്ക് ടോക്സിക്കായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. പക്ഷെ എത്ര നല്ല റിലേഷൻസ് ആയാലും അതിൽ അറ്റാച്ച് ആവാതെ നിങ്ങളിൽ മാത്രം നിന്ന് പ്രവർത്തിക്കാനാണ് വജ്രവാരാഹി പറയുന്നത്. അതുപോലെ പത്മഡാകിനി, റീപ്ലേസ് ഗ്രീഡ് ബൈ കൾട്ടിവേറ്റിംഗ് ഡിസ്ക്രിമിനേഷൻ ആണ് ദ റെഡ് ബുദ്ധ ഫാമിലി ഓഫ് ദ വെസ്റ്റ്. ഓക്കെ, സോ റീപ്ലേസ് ഗ്രീഡ് ബൈ കൾട്ടിവേറ്റിംഗ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ സെൽഫ് ലവ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെയും ഒരു തരത്തിലും താമസവും ഇല്ലാതെ നിങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പത്മഡാകിനി പറയുന്നത്. ഒരർത്ഥത്തിൽ സിമിലർ ആയിട്ടുള്ള ഡാഗിനീസ് തന്നെയാണ് വന്നിട്ടുള്ളത്, വജ്രവാരാഹിയും പത്മഡാകിനിയും. സോ പത്മഡാകിനി ഈസ് ദ ഡാഗിനി ഓഫ് സെൽഫ് ലവ്. നിങ്ങളോട് പറയുന്നത് പോലും സെൽഫ് ലവിൽ ഇരിക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, സോ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിനി അടുത്തതായിട്ട് വന്നിട്ടുള്ള ഗൈഡൻസ്, യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രാണ പോലെ കാഫ, വിച്ച് മീൻസ് ഇപ്പോൾ ഒരു സ്റ്റക്കഡായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അതായത് ഒരുപാട് ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് എന്താ പറയുക മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, ഒരു ബ്ലോക്കേജ് ഉള്ള പോലെ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ഡിപ്പെൻഡൻസ്, അതായത് നിങ്ങളുടെ ഇന്നർ ഡിപ്പെൻഡൻസ് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് സ്വയത്തിൽ തന്നെയാണ്. സോ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇന്നറിൽ ശ്രദ്ധിക്കാൻ വജ്രവാരാഹി പറഞ്ഞതുപോലെ തന്നെ അത് തന്നെ ചെയ്യുക. സോ നിങ്ങളുടെ ഇന്നർ വേൾഡിന് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രയും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ തന്നെയാണെന്നാണ് വജ്രവാരാഹി പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഗൈഡൻസ് വരുന്നത്. ഒരുപാട് അറ്റാച്ച്ഡ് ആവാതെ നിങ്ങൾ വളരെയധികം സൗമ്യതയോടുകൂടി മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക, വിവേകത്തോടു കൂടി തന്നെ ചെയ്യുക, എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് മാത്രം പ്രവർത്തിക്കുക എന്നാണ് വജ്രവാരാഹി തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.